ചോതി നക്ഷത്രം തുലാൻ രാശിയിലാണ് ഉൾപ്പെടുന്നത്. നിങ്ങൾക്ക് 2026 ഗ്രഹങ്ങളുടെ സംക്രമണങ്ങൾ കാരണം ഗണ്യമായ പുരോഗതിയും അതേസമയം വൈകാരികമായ പരീക്ഷണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വർഷം കഠിനാധ്വാനവും സ്ഥിരതയും പാലിക്കുന്നവർക്ക് ഉന്നത വിജയവും വരും. ചോതി നക്ഷത്രം പൂർണ്ണമായും തുലാൻ രാശിയിലാണ് വരുന്നത്. ചോതി നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവും ദേവത വായുവുമാണ്. 2026 തുലാൻ രാശിയുടെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സംക്രമണങ്ങളാണ്. ചോതി നക്ഷത്രം അതിന്റെ അധിപനായ രാഹുവിന്റെ സ്വാധീനം കാരണം ഭൗതിക നേട്ടങ്ങൾക്കായി അതിരുകൾ ലംഘിക്കാനുള്ള പ്രവണതയും, വായുദേവതയുടെ സ്വാധീനം കാരണം ചലനാത്മകതയും സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശവും നൽകുന്നു. ഈ വർഷം പ്രധാനമായും 2 വലിയ സ്വാധീനങ്ങളാണ് വ്യക്തിജീവിതത്തിൽ ദൃശ്യമാകുന്നത്. 2026 ചോതിയുടെ അധിപനായ രാഹു 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രണയബന്ധങ്ങളിലും ബുദ്ധിപരമായ കാര്യങ്ങളിലും ഊഹക്കച്ചവടത്തിലും വലിയ അനിശ്ചിതത്വം കൊണ്ടുവരും. ആഡംബരത്തോടുള്ള ആഗ്രഹം വർദ്ധിക്കാനും അതിരുവിട്ട തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സാധ്യതയുമുണ്ട്. 5ാം ഭാവം ബുദ്ധിയുടെ ഭാവമായതിനാൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളിച്ചകളും സംഭവിക്കും. 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളെയും ബിസിനസ് പങ്കാളിത്തങ്ങളെയും ഘടനാപരമായി പരീക്ഷിക്കാനുള്ള ഇടയുണ്ട്. ഈ സംക്രമണം സ്ഥിരത നൽകുമെങ്കിലും ദിനചര്യകളിൽ വിരസത അനുഭവപ്പെടാം, ക്ഷമ പരീക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട്. 2026 വ്യാഴത്തിന്റെ ചലനങ്ങൾ തുലാൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായി ഭവിക്കുന്നുണ്ട്. ഇത് വർഷത്തെ ഒരു സ്വാഭാവികമായ വളർച്ചാ പ്രക്രിയയായി ചിത്രീകരിക്കുന്നുണ്ട്. വ്യാഴം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് ഭാഗ്യഭാവമാണ്. ഈ കാലയളവ് ഉന്നത വിദ്യാഭ്യാസം, വിദേശ യാത്രകൾ, ധാർമ്മികമായ തീരുമാനങ്ങൾ എന്നിവയ്ക്ക് പ്രേരണ നൽകുന്നു. അറിവ് സമ്പാദിക്കാനും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നേടാനും ഈ ട്രാൻസിസ്റ്റ് പിന്തുണ നൽകും. ജൂൺ 2-ന് വ്യാഴം 10ാം ഭാവത്തിലേക്ക്, അതായത് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു. ഇത് ഔദ്യോഗിക വളർച്ചയ്ക്കും കരിയർ വിഷനുകൾ യാഥാർത്ഥ്യമാക്കാനും സഹായിക്കും. ഈ ഘട്ടം കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നേടാൻ ഏറ്റവും അനുയോജ്യമാണ്. ഒക്ടോബർ 31-ന് ശേഷം വ്യാഴം 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. 11ാം ഭാവം ലാഭത്തിന്റെയും ആഗ്രഹ സാഫല്യത്തിന്റെയും സാമൂഹ്യ വലയത്തിന്റെയും ഭാവമാണ്. ഈ ഘട്ടത്തിൽ ആദ്യ പകുതിയിൽ നേടിയ ഭാഗ്യത്തിന്റെയും 2ാം പകുതിയിൽ ചെയ്ത കഠിനാധ്വാനത്തിന്റെയും ഫലമായി വൻ ധനലാഭം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാനുള്ള സാധ്യതയും ഉണ്ടാകും. വർഷത്തിന്റെ തുടക്കം ജോലിയുടെ കാര്യത്തിൽ അല്പം വെല്ലുവിളികൾ നിറഞ്ഞതാകും. എങ്കിലും ഈ വെല്ലുവിളികളെ ക്ഷമയും സ്ഥിരതയും കൊണ്ട് മറികടക്കാനും സാധിക്കും. ജൂൺ 2-ന് ശേഷം വ്യാഴം 10ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ കരിയറിൽ ഗണ്യമായ വളർച്ചാ സാധ്യതകളാണുള്ളത്. ഈ കാലയളവിൽ സ്ഥാനക്കയറ്റങ്ങൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, സുപ്രധാന നേട്ടങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സീനിയർ വ്യക്തികളിൽ നിന്നും പ്രവർത്തനത്തിന് പ്രശംസയും വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും കിട്ടാനിടയുണ്ട്. ഈ വർഷം തൊഴിലുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകളും വിദേശ യാത്രകളും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ചോതിയുടെ ചലനാത്മക സ്വഭാവമായി യോജിച്ചു കൊണ്ടുപോകാൻ ഒരു സാധ്യതയും കൂടിയാണ്. ബിസിനസ് വികസിപ്പിക്കാനും കമ്പനിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും കഴിയും. സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്ക് ഫണ്ടിംഗ് നേടാനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ഇടയുണ്ട്. 7ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം കാരണം ബിസിനസ് പങ്കാളിത്തങ്ങൾ ഘടനാപരമായ ശ്രദ്ധ ആവശ്യവുമാണ്. ഇത് ചിലപ്പോൾ താൽക്കാലിക താളപ്പിഴകൾക്ക് സാധ്യത ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു മിശ്രിത ഫലമാണ് ഇവിടെ നൽകുന്നത്. ആദ്യ മാസങ്ങളിൽ വലിയ നേട്ടങ്ങളും നഷ്ടങ്ങളും ഇല്ലാതെ സ്ഥിരത നിലനിർത്താൻ സാധിക്കും. വർഷത്തിന്റെ 2ാം പകുതിയോടുകൂടി സാമ്പത്തിക നില മെച്ചപ്പെടും. കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വർഷം അവസാനം നവംബർ, ഡിസംബർ വൻ ലാഭം നേടാനും ഇടയുണ്ട്. സ്വന്തം ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുയോജ്യമാണ്. സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക്, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണി എന്നിവയിൽ 2ാം പകുതി കൂടുതൽ അനുകൂലമാണ്. ശ്രദ്ധാപൂർവമായ വിലയിരുത്തലോടെ ട്രേഡർമാർക്ക് നല്ല വരുമാനം നേടാൻ സാധിക്കും. 2026 ചോതി നക്ഷത്രക്കാർക്ക് പ്രണയബന്ധങ്ങളെ സംബന്ധിച്ച് വൈകാരികമായ ഉയർച്ചയും താഴ്ചകളുടെയും ഒരു വർഷമായിരിക്കും. ഈ വർഷം അംഗീകരിക്കലിനും പൊരുത്തപ്പെടലിനും പ്രാധാന്യം നൽകേണ്ടതുണ്ട്. വർഷത്തിന്റെ ആദ്യ പകുതി സന്തോഷം നൽകുമെങ്കിലും 2ാം പകുതി വൈകാരിക പ്രതിസന്ധികൾ കൊണ്ടുവരും. ജനുവരി മാസത്തിൽ ചൊവ്വ, സൂര്യൻ, ശുക്രൻ, ബുധൻ എന്നിവയുടെ സംയോജനം ഗാർഹിക ചുറ്റുപാടുകളിൽ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. പ്രണയത്തെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിലെ രാഹുവിന്റെ സംക്രമണം കാരണം ബന്ധങ്ങൾ ചില നാടകീയതകളും ഉണ്ടാവാം. ഒക്ടോബറിൽ ശുക്രനും ബുധനും വക്രഗതിയിലാകുമ്പോൾ ബന്ധങ്ങൾ ബാഹ്യ സ്വാധീനം ഉണ്ടാകാനും പങ്കാളിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരാനും ഇടവരും. 7ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം ദാമ്പത്യ ബന്ധങ്ങളിൽ അച്ചടക്കം ആവശ്യപ്പെടുന്നുണ്ട്. ഈ വർഷം വൈകാരികമായ ആശയക്കുഴപ്പങ്ങളും വിരസതയൊക്കെ അനുഭവപ്പെടും. എന്നിരുന്നാലും നവംബറിൽ വ്യാഴത്തിന്റെ സംക്രമണത്തോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഡിസംബർ മാസത്തോടെ ബന്ധങ്ങൾ കൂടുതൽ സൗഹാർദ്ദപരമാവുകയും പങ്കാളിയുടെ പോരായ്മകൾ അംഗീകരിക്കാൻ കഴിയുകയും ചെയ്യും. തുലാൻ രാശിക്കാർ പൊതുവെ ആകർഷകത്വവും ലാളനയുള്ള വ്യക്തിത്വമാണ്. 5ാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനം കാരണം അവിവാഹിതർക്ക് ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റുകളിലൂടെ ഒന്നിലധികം പങ്കാളികളിൽ താല്പര്യം ഉണ്ടാകാനിടയുണ്ട്. വർഷത്തിന്റെ 2ാം പകുതിയിൽ ഒക്ടോബർ 31-ന് വ്യാഴം 11ാം ഭാവത്തിലേക്ക് മാറിയ ശേഷം നിങ്ങൾക്ക് യഥാർത്ഥ പ്രണയത്തെ കണ്ടെത്താൻ കഴിയും. കുടുംബജീവിതം പൊതുവെ ശാന്തവും സന്തോഷകരമായിരിക്കും. അമ്മയുമായി ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അതുവഴി കൂടുതൽ ബന്ധങ്ങൾ ദൃഢമാകാനും സാധിക്കും.
പിതൃപരമായ ബന്ധുക്കളുമായോ സഹോദരങ്ങളുമായോ വർഷത്തിന്റെ തുടക്കത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒക്ടോബറിന് ശേഷം ഇത് പരിഹരിക്കപ്പെടും. കരിയർ സംബന്ധമായ യാത്രകളും ജോലിയുടെ തിരക്കുകളും കാരണം വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയോ കുടുംബത്തിൽ നിന്ന് അല്പം അകൽച്ച അനുഭവപ്പെടാനോ ഇടയുണ്ട്. എങ്കിലും വർഷം പുരോഗമിക്കുമ്പോൾ ബുധൻ, വ്യാഴം, ശുക്രൻ എന്നിവരുടെ അനുകൂല സംക്രമണങ്ങൾ കാരണം പ്രിയപ്പെട്ടവരുമായി അടുക്കാനും സാധിക്കും. വർഷം മുഴുവനും ഗാർഹിക ജീവിതം ശാന്തമായിരിക്കും. വർഷം അവസാനം ഡിസംബർ 5 ശേഷം രാഹു 4ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാറ്റങ്ങളോ അനിശ്ചിതത്വങ്ങളോ ഒക്കെ സംഭവിക്കാനിടയുണ്ട്. വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ 2026 ചോതി നക്ഷത്രക്കാർക്ക് അനുകൂല വർഷമാണ്. ഈ വർഷം അക്കാദമിക് രംഗത്തും ഭൗതികമായ കാര്യങ്ങളിൽ വിജയം നൽകും. സർക്കാർ ജോലി സംബന്ധിച്ച പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് അനുയോജ്യ സമയമാണ്. വിദേശത്ത് പോയി പഠിക്കാനുള്ള ശ്രമങ്ങൾ അനുകൂലമായി വരും. വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ടെങ്കിലും വർഷ അവസാനത്തോടെ തിരിച്ചുപിടിക്കാനും ഉയർന്ന വിദ്യാഭ്യാസ സാധ്യതകൾ നേടാനും സാധിക്കും. വ്യാഴം ജൂൺ 2 വരെ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ദൂരയാത്രകൾക്ക്, ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാനും അവിടെ സ്ഥിരതാമസമാകാനുള്ള അനുകൂല സമയം കൂടിയാണ്. ചോതി നക്ഷത്രക്കാർ 2026 ആരോഗ്യത്തിന് മുൻഗണന നൽകണം. വർഷം പുരോഗമിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുമെങ്കിലും തുടക്കത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ള വ്യക്തികൾ പ്രത്യേക ജാഗ്രത പുലർത്തണം. ആരോഗ്യപരമായ ദിനചര്യകൾ പാലിക്കുകയും വേണം. ഭാഗ്യവശാൽ വർഷം മുന്നോട്ട് പോകുമ്പോൾ അവസ്ഥ മെച്ചപ്പെടും. ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമവും പിന്തുടരുന്നത് ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 5ാം ഭാവത്തിലെ രാഹുവിന്റെ സ്വാധീനം ബന്ധങ്ങളിൽ, ജീവിതത്തിലും വൈകാരികമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും. ഈ സമ്മർദ്ദം ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ മാനസിക സമാധാനത്തിനും വൈകാരിക സന്തുലിതാവസ്ഥയ്ക്കും പ്രാധാന്യം നൽകണം. 2026 ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രധാന പരിഹാരങ്ങളുണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് പ്രധാനമായും നിർദ്ദേശിക്കുന്നത് വിഷ്ണു ഭഗവാനെ ആരാധിക്കുക എന്നതാണ്. വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും നിത്യവും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതും ഐശ്വര്യവും ശ്രദ്ധയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചോതിയുടെ അധിപൻ രാഹു ആയതിനാൽ രാഹുവിന്റെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ രാഹു ബീജ മന്ത്രം പതിവായി ജപിക്കുന്നത് മാനസിക വ്യക്തതയ്ക്കും സ്ഥിരതയ്ക്കും സഹായിക്കും. സ്ഥിരതയും അച്ചടക്കവും വർദ്ധിപ്പിക്കുന്ന ഹനുമാൻ സ്വാമി ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. 2026 ചോതി നക്ഷത്രക്കാർക്ക് ഒരു പരിവർത്തനത്തിന്റെയും വളർച്ചയുടെയും വർഷമാണ്. വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ധൈര്യവും ആത്മീയ പിന്തുണയും കൊണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. കുറുക്കുവഴികളോ നിയമവിരുദ്ധ മാർഗങ്ങളോ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വൈകാരിക പ്രതിസന്ധികളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. അംഗീകരിക്കലിനും പൊരുത്തപ്പെടലിനും പ്രാധാന്യം നൽകുക. ശ്രദ്ധ വ്യതിചലിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.